പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം ജ്ഞാനം 15 രണ്ടാം തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, പാപം ചെയ്യാതിരിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്ന, നമ്മെ ആഹ്വാനം ചെയ്യുന്ന, നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ദൈവത്തെ ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിൽ പാപം ചെയ്യുന്നവരായിരിക്കാം, പാപത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ഈ പാപത്തിൽ നിന്നെല്ലാം നമ്മെ വീണ്ടെടുത്ത ഈശോ, പാപമില്ലാത്തവൻ പാപമായി തീർന്ന ഈശോ, നമുക്ക് വേണ്ടി ക്രൂശിതനായ ഈശോ, നമ്മെ വീണ്ടെടുത്ത ഈശോ, ആ ഈശോയിലേക്ക് നമുക്കൊന്ന് നോക്കുവാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കടന്നു പോകുന്ന വഴികൾ ദൈവഹിതപ്രകാരമാണോ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ എന്ന് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കുരിശിലേക്ക് നോക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കും. ഏതെങ്കിലും വഴിതെറ്റിയൊരു ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ഈശോ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത്, തൻ്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത ആ ഒരു നിമിഷത്തെ നമ്മുടെ മനസ്സിലേക്ക്, ആ ഒരു ഈശോയുടെ തിരുമുഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം സഹോദരരെ. അപ്പോൾ നമുക്ക് പാപം ചെയ്യാതിരിക്കുവാനായിട്ട് സാധിക്കും. തിരുവചനത്തിലൂടെ നമുക്കത് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഞാനും നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് ഓരോ ദിവസവും പുതിയ മനുഷ്യനായി മാറുമ്പോൾ എനിക്കും നിങ്ങൾക്കും തീരുമാനമെടുക്കുവാൻ സാധിക്കണം. ഈശോയെ, ഞാൻ നിങ്ങളും ഏറ്റുപറഞ്ഞ ഓരോ പാപവും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ എല്ലാം നീ ശക്തിപ്പെടുത്തണമേ ഈശോയുടെ തിരുരക്തത്താൽ എന്ന് പ്രാർത്ഥിക്കുവാൻ, ആ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നുവെന്ന്. ആ ഈശോയുടെ ശക്തി എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവായ ശക്തി, ആ ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് മനസ്സിലാക്കുവാൻ, ആ ശക്തിയിൽ ആശ്രയിക്കുവാൻ നമുക്കും സാധിക്കണം. അങ്ങനെ ആ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും തിന്മയിലേക്ക് കടന്നു പോകുവാൻ, എനിക്കോ നിങ്ങൾക്കോ ആ തിന്മയിലേക്ക് തിരിയുവാൻ നമുക്ക് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്വന്തമായി ഈശോ വീണ്ടെടുക്കുകയാണ്. ഈശോ വീണ്ടെടുത്ത മക്കളാണ് ഞാനും നിങ്ങളും. പാപത്തിൽ നിന്നും പാപമോചനം നൽകി നമ്മെ ഈശോയിലേക്ക് ചേർത്ത് പിടിച്ച ആ നിമിഷത്തെ നമുക്ക് ഓർക്കുവാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒരു പാപം ചെയ്യാതിരിക്കുവാൻ, വീണ്ടും പാപത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ, പാപത്തിൻ്റെ വഴികളിൽ നിന്നും ഓടിയകലുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ഓരോ ദിവസവും ഓരോ പുതിയ ഹൃദയത്തിൻ്റെ ഉടമയായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.